നമസ്കാരം. പാർട്ടി അംഗത്വത്തിന്റെയും അനുഭാവികളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ CPM-ന് ഏറ്റവും ശക്തിയുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10ഉം LDF-ന്റെ കയ്യിലാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് CPM-ന് ജില്ലയിൽ 23,813 അംഗങ്ങളുടെ വർധനയുണ്ടായി എന്നാണ് കണക്ക്. പുതിയ 109 ലോക്കൽ കമ്മിറ്റികളും 1879 ബ്രാഞ്ച് കമ്മിറ്റികളും നിലവിൽ വന്നു. 2015-ൽ 31,811 അംഗങ്ങളും 174 ലോക്കൽ കമ്മിറ്റികളും 2,622 ബ്രാഞ്ചുകളുമാണ് ഉണ്ടായിരുന്നത്. അത് യഥാക്രമം 55,624, 283, 4,501 എന്നിങ്ങനെയായി വർദ്ധിച്ചു. അവസാന 3 വർഷം കൊണ്ട് 4,037 അംഗങ്ങളും 6 ലോക്കൽ കമ്മിറ്റികളും 135 ബ്രാഞ്ച് കമ്മിറ്റികളുമാണ് വർദ്ധിച്ചത്. വനിതാ അംഗങ്ങളുടെ എണ്ണം 27.07% വർദ്ധിച്ചു. ജില്ലയിലെ 10 ലോക്കൽ സെക്രട്ടറിമാരും 395 ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകളാണ്. ഈ രീതിയിൽ ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ണൂർ ജില്ലയ്ക്ക് പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി സ്ഥാനം എന്നത് പാർട്ടിയിൽ നിർണായകമാകുന്നത്. ഇപ്പോൾ CPM കോഴിക്കോട് ജില്ലാ സമ്മേളനം വടകരയിൽ നടക്കുകയാണ്. പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 3 ടേം പൂർത്തിയാക്കിയ ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഈ സമ്മേളനത്തോടെ സ്ഥാനമൊഴിയുമ്പോൾ ആരാവും പുതിയ സെക്രട്ടറി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുൻ MLA-യും DYFI-യുടെ പഴയ തീപ്പൊരിയുമായ A. പ്രദീപ് കുമാർ, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മെഹബൂബ് എന്നിവരാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രമുഖർ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ദിനേശൻ, DYFI മുൻ ജില്ലാ സെക്രട്ടറി T. വിശ്വനാഥനും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ്. ഇതിൽ A. പ്രദീപ് കുമാറാണ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനായിട്ടുള്ളത്. കോഴിക്കോട് നോർത്ത് MLA എന്ന നിലയിൽ നന്നായി തിളങ്ങിയ A. പ്രദീപ് കുമാർ ജില്ലയിലെ ഏറ്റവും ജനകീയനായ നേതാവാണ്. 2 ടേം പൂർത്തിയാക്കിയതിന്റെ പേരിൽ സ്ഥാനമൊഴിഞ്ഞ പ്രദീപ് ഇപ്പോൾ പൂർണ്ണമായും സംഘടനാ പ്രവർത്തനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലാത്തതാണ് പ്രദീപിന്റെ സാധ്യതകൾക്ക് വിഘാതമാകുന്നത്. CPM-ലെ വിഭാഗീയത കാലത്ത് പ്രദീപ് VS പക്ഷത്തായിരുന്നു എന്നതും ഇപ്പോൾ വിനയാണ്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ് മെഹബൂബ്. 1ാം പിണറായി സർക്കാരിൽ കൺസ്യൂമർ ഫെഡ് ചെയർമാനായ മെഹബൂബ് 2021-ൽ വീണ്ടും ചെയർമാനായി. വിവാദമായ ചേവായൂർ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കിയതും മെഹബൂബ് തന്നെയായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസുമായും അടുത്ത ബന്ധമാണ് മെഹബൂബിനുള്ളത്. കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ KK ദിനേശൻ മികച്ച സംഘാടകനും പാർട്ടിയിലെ ജനകീയ മുഖവുമാണ്. മലയോര മേഖലയിൽ നിന്ന് മത്തായി ചാക്കോയ്ക്ക് ശേഷം മറ്റൊരു നേതാവ് ജില്ലയിലെ CPM നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മലയോര മേഖലയിലെ നേതാവായ T. വിശ്വനാഥനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ PB അംഗങ്ങളായ MV ഗോവിന്ദനും A. വിജയരാഘവനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജനും PK ശ്രീമതിയും പങ്കെടുക്കും. സമ്മേളനം നടക്കുന്ന 3 ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിൽ ഉണ്ടാകും. വടകര ലോക്സഭാ മണ്ഡലത്തിലെ KK ശൈലജയുടെ തോൽവിയും ആഭ്യന്തര വകുപ്പിനെതിരായ തുടർച്ചയായ വിമർശനങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് ജില്ലയിൽ പുതിയ ശക്തി കേന്ദ്രമായി ഉയർന്നു വന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. നന്ദി.